The picture shows an isosceles trapezium with the midpoint of one base joined to the end points of the other base. Prove that these lines are of same length. അതായത് താഴെ ഫിഗറിൽ ഒരു ഐസോസ്ലസ് ട്രപ്പീസിയം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൻ്റെ മിഡ് പോയിന്റിൽ നിന്നും മറ്റേ ബേസിൻ്റെ എൻസിലേക്ക് ജോയിൻ ചെയ്തിട്ട് രണ്ട് ഗ്രീൻ ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ഗ്രീൻ ലൈൻസും ഒരേ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രപ്പീസിയത്തിന് ABCD എന്ന് നെയിം ചെയ്യാം. ബേസിൻ്റെ മിഡ് പോയിന്റ് ഇല്ലേ, അതിന് നമുക്ക് ഇ എന്നും നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ DE CE എന്നിവ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഏത് ട്രയാങ്കിൾ ADEയും ട്രയാങ്കിൾ BCEയും. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. കാരണം ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ AD എന്ന സൈഡും BC എന്ന സൈഡും ഈക്വൽ ആണ്. AD ഈസ് ഈക്വൽ ടു BC. കാരണം എന്താണ്, ഇവ ഈ ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ നോൺ പാരലൽ സൈഡ്സ് ആണല്ലോ. ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ പാരലൽ അല്ലാത്ത സൈഡ്സ് എന്താ, ഈക്വൽ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ADയും BCയും എന്താണ്, ഈക്വൽ ആണ്. പിന്നെ E എന്ന് പറയുന്നത് AB എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണല്ലേ. അപ്പൊ മിഡ് പോയിന്റ് ആയതുകൊണ്ട് കറക്റ്റ് മിഡിലായിരിക്കും, AB എന്ന ലൈനിന്റെ മിഡിലായിരിക്കും E എന്ന പോയിന്റ്. അപ്പൊ എയിൽ നിന്നും ഇയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്നും ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ. അതായത് AE ഈക്വൽ ടു BE ആയിരിക്കും. അപ്പൊ നമുക്കത് എഴുതാം, AE ഈസ് ഈക്വൽ ടു BE. കാരണം E ഈസ് മിഡ് പോയിന്റ് ഓഫ് AB. പിന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്, ഈക്വൽ ആണ്. കാരണം എന്താണ്, ഈ ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ ബേസ് ആംഗിൾസ് ആണ് അല്ലേ. ബേസിലുള്ള ആംഗിൾസ്, ബേസ് എന്ന് പറഞ്ഞാൽ പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ പാരലൽ സൈഡ്സ് ആണ് DCയും ABയും. അപ്പോൾ ABയിലുള്ള ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്, ഈക്വൽ ആയിരിക്കും. കാരണം ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പം എന്താ എഴുതാം, ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B. കാരണം ബേസ് ആംഗിൾസ് ഓഫ് ഐസോസ്ലസ് ട്രപ്പീസിയം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും, ട്രയാങ്കിൾ ADEയിലെയും ട്രയാങ്കിൾ BCEയിലെയും രണ്ട് സൈഡ്സ് പരസ്പരം ഈക്വൽ ആണ്. കൂടാതെ ആ രണ്ട് സൈഡ്സിന് ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് പറയാം, സോ two sides and angle between them of triangle ADE is equal to two sides and angle between them of triangle BCE. So triangle ADE and triangle BCE are equal triangles. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ബിയും. അപ്പോൾ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, ട്രയാങ്കിൾ ADEയിലെ DE എന്ന സൈഡാണ്. ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, ട്രയാങ്കിൾ BCEയിലെ, അത് EC ആണ് അല്ലേ, അതായത് CE ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോ DE ഈസ് ഈക്വൽ ടു CE. കാരണം എന്താണ്, ദേ ആർ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്, ആംഗിൾ A ആൻഡ് ആംഗിൾ B അല്ലേ. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തില്ലേ, DEയും CEയും ആണല്ലോ ഗ്രീൻ ലൈൻസ് അല്ലേ. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, prove that the line joining the midpoints of the bases of an isosceles trapezium is perpendicular to the both bases. അതായത് ഒരു ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ രണ്ട് ബേസസിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈന് രണ്ട് ബേസസിനും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഐസോസ്ലസ് ട്രപ്പീസിയം വരയ്ക്കാം. ഇതിനെ ABC എന്ന് നെയിം ചെയ്യാം. ബേസസ് എന്ന് പറഞ്ഞാൽ പാരലൽ സൈഡ്സ് ആണ്. പാരലൽ സൈഡ്സ് ABയും DC ആണ്. അപ്പോൾ ബേസസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ABയുടെ മിഡ് പോയിന്റ് ഇവിടെ വരും, അതിന് നമുക്ക് E എന്ന് കൊടുക്കാം. പിന്നെ അടുത്ത ബേസ് DC ആണ്, DCയുടെ മിഡ് പോയിന്റ് ഇവിടെ വരും, അതിന് നമുക്ക് F എന്ന് കൊടുക്കാം. ഇനി ഈ Fഉം കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലൈന് EF എന്ന ലൈന് ABക്കും DCക്കും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ Fൽ നിന്നും Aയിലേക്കും Bയിലേക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഏത് ട്രയാങ്കിൾ AEFും ട്രയാങ്കിൾ BEFും അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിനെയും AE എന്ന സൈഡും
ഇ ബി എന്ന സൈഡും എന്താണ് ഈക്വൽ ആണ്. കാരണം എ ബി എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണല്ലോ ഇ. അപ്പോൾ ഇ എന്ന് പറയുന്ന ഈ എ ബിയുടെ കറക്റ്റ് മിഡിലായിരിക്കും അല്ലെ. അപ്പോൾ എയിൽ നിന്നും ഇയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിൽ നിന്നും ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും അല്ലെ. അതായത് എ ഇ ഈസ് ഈക്വൽ ടു ഇ ബി ആയിരിക്കും. അപ്പം എന്ത് പറയാം, എ ഇ ഈസ് ഈക്വൽ ടു ഇ ബി. കാരണം എന്താണ്, ഇ ഈസ് മിഡ് പോയിന്റ് ഓഫ് എ ബി. പിന്നെ ഈ എ എഫ് എന്ന സൈഡും എഫ് ബി എന്ന സൈഡും എന്താണ്, ഈക്വൽ ആണ്. എ എഫ് ഈസ് ഈക്വൽ ടു എഫ് ബി. കാരണം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ, ഈ സെയിം പേജിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രൂവ് ചെയ്തു. എന്ത്, ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന്റെ ഒരു ബേസിലെ മിഡ് പോയിന്റിൽ നിന്നും അടുത്ത ബേസിന്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻസ് ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ എന്ത് പറയാ, അപ്പോൾ എഫ് എന്ന് പറയുന്ന ഡി സി എന്ന ബേസിന്റെ മിഡ് പോയിന്റ് ആണല്ലോ, മറ്റേ ബേസാണ് എ ബി. അപ്പം എ ബിയുടെ എൻസ് ആണ് എയും ബിയും. അപ്പോൾ എഫ് എന്ന മിഡ് പോയിന്റിൽ നിന്നും മറ്റേ ബേസിന്റെ എൻസ് ആയ എയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യുന്ന ലൈൻസ് ആണ് എ എഫും ബി എഫും. അപ്പോൾ അത് എന്താണ്, ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഓക്കെ, പിന്നെ ഇ എഫ് എന്ന സൈഡ് കോമൺ ആയിട്ടുള്ള സൈഡാണ് ഈ രണ്ട് ട്രയാങ്കിൾസിനും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ഇ എഫ് ഈസ് ഈക്വൽ ടു ഇ എഫ്. കാരണം എന്താണ്, കോമൺ സൈഡ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും 3 സൈഡ്സും പരസ്പരം ഈക്വൽ ആണ് അല്ലേ. അതുകൊണ്ട് ഇതെന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, 3 sides of triangle AEF are equal to 3 sides of triangle BEF. So triangle AEF and triangle BEF are equal triangles. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്താണ്, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണല്ലേ എ എഫും എഫ് പിയും അല്ലേ. നമ്മൾ ഓൾറെഡി കണ്ടു എ എഫ് ഈസിക്കൽ ടു എഫ് പി. ഈ രണ്ട് ട്രയാങ്കിൾസിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ്. അപ്പോൾ എ എഫിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ബി എഫിന് ഓപ്പോസിറ്റുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എ എഫിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ എ ഇ എഫ്. ബി എഫിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ ബി ഇ എഫ്. അപ്പോൾ എന്ത് പറയാം, സോ ആംഗിൾ എ ഇ എഫ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഇ എഫ്. കാരണം എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്താണ്, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഇ എഫും ആംഗിൾ ബി ഇ എഫും എന്താണ്, ഈക്വൽ ആണ്. പക്ഷേ ആംഗിൾ എ ഇ എഫും ആംഗിൾ ബി ഇ എഫും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ് കിട്ടുക അല്ലേ. കാരണം അവർ ലീനിയർ പെയർ ആണ് അല്ലേ. എ ബി എന്ന ലൈനിനെ ഇ എഫ് എന്ന ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ലീനിയർ പെയർസ് ആണ് ആംഗിൾ എ ഇ എഫും ആംഗിൾ ബി ഇ എഫും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലീനിയർ പെയർസിലെ ആംഗിൾസിന്റെ സമം 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ എ ഇ എഫ് പ്ലസ് ആംഗിൾ ബി ഇ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, 180 ഡിഗ്രി ആണ്. കാരണം എന്താണ്, ലീനിയർ പെയർ. പക്ഷേ ഈ രണ്ട് ആംഗിൾസ് ഈക്വലും ആണ് അല്ലേ. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, എ ഇ എഫും ബി എഫും ഈക്വൽ ആണെന്ന് നമ്മളിവിടെ കണ്ട്. പക്ഷെ രണ്ടിൻ്റെയും സമം 180 ഡിഗ്രിയും ആവണം. അപ്പോൾ രണ്ട് ഈക്വൽ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോഴാണ്, ഈക്വൽ ആയിട്ടുള്ള ഏതൊക്കെ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക, നമുക്കറിയാം 90 + 90 ആണ് 180 കിട്ടുന്നത് അല്ലേ. സോ നമുക്കെന്ത് പറയാം, സോ ആംഗിൾ എ ഇ എഫ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഇ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, 90 ഡിഗ്രി അല്ലേ. കാരണം 90 + 90 ആണ് അല്ലേ, 90 ഡിഗ്രി + 90 ഡിഗ്രി ആണ് എന്ത് കിട്ടുക, 180 ഡിഗ്രി കിട്ടുക. രണ്ടും ഈക്വൽ ആവണം. ആംഗിൾ എ എഫും ബി എഫും ഈക്വൽ ആണ്. അപ്പോൾ 90യും 90 തന്നെ ആവണം. അപ്പോൾ നമുക്ക് സോ ആംഗിൾ എ ഇ എഫും ആംഗിൾ ബി ഇ എഫും എന്താണ്, 90 ഡിഗ്രി ആണ്. ആംഗിൾ എ ഇ എഫ് 90 ഡിഗ്രി ആണെങ്കിൽ ഇ എഫ് എന്ന ലൈന് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണല്ലോ. സോ നമുക്കെന്ത് പറയാം, സോ ഇ എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു എന്ത്, എ ബി. എ ബി ആണല്ലോ ബേസ്, അല്ലെങ്കിൽ ടു ബേസ് എ ബി. എ ബി എന്ന ബേസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ എ ബി എന്ന ലൈനിന് പാരലലാണ് ഡി സി എന്ന ലൈന് അല്ലെ. കാരണം ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡ്സ് ആണ് എ ബിയും ഡി സിയും. അതുകൊണ്ട് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഡി സിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം എ ബിയും ഡി സിയും പാരലൽ ആണല്ലോ. ടു ബേസ് എ ബി ആൻഡ് ഇറ്റ്സ് പാരലൽ ബേസ് ഡി സി.
എ ബി എന്ന ബേസ് പാരലൽ സൈഡ്സ് ആണ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, എ ബിയും ഡി സിയും. അപ്പോൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് ഇ എഫ് എന്ന് കണ്ട്. അപ്പോൾ എ ബിയുടെ പാരലൽ ലൈനായ ഡി സിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ. ചുവടെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. ഈ ഫിഗറിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 ഐസോസ്ലസ് ട്രപ്പീസിയം വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ഓരോ കോർണർ നമുക്ക് ഓരോ വെർട്ടെക്സ് നമുക്ക് എ ബി സി എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്നും വരച്ചിട്ടുള്ള ലൈന് അതായതാണ് 2 ആംഗിൾസിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടല്ലേ. ആ ലൈനും അതേപോലെ എയിൽ നിന്നും ഉള്ള ലൈന് 2 ആംഗിൾസിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനും പിന്നെ സിയിൽ നിന്നും വെച്ചിട്ടുള്ള ലൈനും, ഈ 2 ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈൻസ് ഒക്കെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ആ പോയിന്റിന് നമുക്ക് എന്ത് കൊടുക്കാം, ജി ഒന്ന് കൊടുക്കാം. ഓക്കെ, പോയിന്റ് ജി. അപ്പോൾ ഈ ജിയിൽ നിന്നും എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഒക്കെ ഉള്ള ലെങ്ത് എന്താ, ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് ജി എ ജി ബി ജി സി ഒക്കെ എന്താണ്, ഈക്വൽ ആണ്. കാരണം ഇതൊക്കെ ഐസോസ്ലസ് ട്രപ്പീസിയം ആണല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ 3 ആംഗിൾസും എന്താണ്, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓരോ ആംഗിൾസ് എത്രയാണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആംഗിൾസ് 3 ആംഗിൾസിൻ്റെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജി എന്ന പോയിന്റിന് ചുറ്റുള്ള ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ജിയിൽ 3 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ആംഗിൾ എന്തായിരിക്കും, 360 ഡിഗ്രി ബൈ 3. അത് എത്രയാണ്, 360 ഡിഗ്രി ബൈ 3 120 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ് ഓരോ ആംഗിളും. ഓക്കെ, ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്, ഈ ആംഗിളൊക്കെ 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി വേറെ ലെങ്ത് ഒന്നും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാകും. ഈ ഒരു ലെങ്ത് ജിയിൽ നിന്നും ചെറിയ ട്രയാങ്കിളിലേക്കുള്ള ലെങ്ത് ഇല്ലേ, ഈ ലെങ്ത്തിൻ്റെ ഏകദേശം ഡബിളാണ് ഈ ലെങ്ത്. ഏകദേശം നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഡബിളാണ് ഈ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് നമുക്ക് പി ക്യു ആർ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് പി, ഇത് ക്യൂ, ഇത് ആർ എടുക്കുകയാണെങ്കിൽ ഈ ജി ആറിൻ്റെ ഡബിളാണ് ആർ സി വരുന്നത്. അപ്പോൾ ജി ആർ നമുക്ക് 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ, ജി ആർ 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഈ ആർ സി എന്തായിരിക്കും, അതിൻ്റെ ഡബിള്, അതായത് 1 × 2, അത് എത്ര, 2 അല്ലേ, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ ജി ക്യൂവും ജിയിൽ നിന്നും ചെറിയ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിലേക്കുള്ള ലെങ്ത് ഒക്കെ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ജിയിൽ നിന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ജിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ എടുക്കണം. ജിയിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ എടുക്കണം. ഓക്കെ, അതേപോലെ ക്യൂവിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതിൻ്റെ ഡബിൾ, 1ൻ്റെ ഡബിൾ എന്താ, 2 അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ ഈ ബി പി എന്ന ലെങ്ത്തും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ ആർ സിയും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കാം. ആദ്യം എ ജി എന്ന ലൈന് വരയ്ക്കാം. എ ജി എന്ന ലൈന് 3 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ റൂളർ എടുത്തിട്ട് വെർട്ടിക്കലായിട്ട് 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈന് വരയ്ക്കാം. അതിന് എ ജി എന്ന് നെയിം ചെയ്യാം. ഇനി ഈ ലൈനിൽ എയിൽ നിന്നും ക്യൂ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ക്യൂ ഉള്ളത് അല്ലേ. അപ്പോൾ എയിൽ നിന്നും ഒരു 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് റൂളർ ഉപയോഗിച്ചിട്ട് 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് ക്യൂ. ഓക്കെ, ഇനി എ ജി എന്ന ലൈനിൽ നിന്നും 120 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ജി സി എന്ന ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ ജിയിലാണ് 120 ഡിഗ്രി ആംഗിൾ വേണ്ടത്. സോ നമുക്കൊരു പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ ജിയിലും പ്രൊട്രാക്ടറിലെ 0 ഈ എ ജി എന്ന ലൈനിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് ജിയിലേക്ക് ജോയിൻ ചെയ്താൽ 120 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. ഇനി ഈ ലൈനിൽ ജിയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ആറ്.
അപ്പോൾ ഒരു റൂളർ എടുത്തിട്ട് ജിയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, അതാണ് R. പിന്നെ Rൽ നിന്നും 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, അതാണ് C. ഇപ്പോൾ നമ്മൾ എ ജി എന്ന ലൈനിൻ്റെ റൈറ്റിലേക്ക് 120 ഡിഗ്രി ആംഗിളിലാണ് ലൈന് GC വരച്ചത്. ഇനി എ ജി എന്ന ലൈനിൻ്റെ ലെഫ്റ്റിലേക്ക് 120 ഡിഗ്രി ആംഗിളിൽ BG എന്ന ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ടർ എടുക്കാം. പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ ജിയിൽ വെക്കുക, കാരണം ജിയിലാണല്ലോ 120 ഡിഗ്രി ആംഗിൾ വേണ്ടത്. അപ്പോൾ പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ ജിയിലും പ്രൊട്ടക്ടറിലെ 0 ഈ എ ജി എന്ന ലൈനിൽ വരുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് ആ 0യിൽ നിന്നും 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100, 120 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ വെച്ച് ജിയിലേക്ക് ജോയിൻ ചെയ്താൽ 120 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. ഈ ലൈനിൽ ജിയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള പോയിന്റാണ് P. അപ്പോൾ റൂളർ എടുത്തിട്ട് ജിയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് P. ഇനി പിയിൽ നിന്നും 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് B. ഇനി നമ്മൾ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്യാം. എയും ബിയും സിയും ജോയിൻ ചെയ്യാം. അതേപോലെ പിയും ക്യൂവും ആറും ജോയിൻ ചെയ്യാം. ആവശ്യമുള്ള കളേഴ്സും കൊടുത്താൽ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഫിഗർ 3 അതർ ഈക്വൽ ഐസോസ്ലെസ് ട്രപ്പീസിയം. തുല്യമായ മറ്റു 3 സമപാർശ്വ ലംബങ്ങളാണ് വരയ്ക്കേണ്ടത്. അടുത്ത ഫിഗറിൽ 3 ഐസോസ്ലെസ് ട്രപ്പീസിയം വരച്ചിട്ടുണ്ട്. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന് ഉള്ളിൽ തന്നെയാണ് അല്ലേ. 3 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് 3 ഐസോസ്ലെസ് ട്രപ്പീസിയം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഐസോസ്ലെസ് ട്രപ്പീസിയത്തിൻ്റെ നോൺ പാരലൽ സൈഡ്, പാരലൽ അല്ലാത്തൊരു സൈഡ് ആണ് ഇത് അല്ലേ. ഈ സൈഡ് എന്ന് പറയുന്നത് വലിയ ബേസ് ഇതിൻ്റെ ഡബിൾ ആണ് അല്ലേ, ഏകദേശം ഡബിൾ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇതൊരു 2 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ, ഈ ലെങ്ത് 2 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ എല്ലാ സൈഡിലും എല്ലാത്തിലും 2 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ, ഇവിടെയും 2 സെൻറ്റിമീറ്റർ. അതേപോലെ എല്ലാ സൈഡും ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഇവിടെയും 2 സെൻറ്റിമീറ്റർ ആക്കാം, ഇവിടെയും 2 സെൻറ്റിമീറ്റർ അല്ലേ. വലിയ ബേസ് 2 സെൻറ്റിമീറ്റർ പ്ലസ് 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ട്രയാങ്കിൾ വരയ്ക്കാം, എന്നിട്ട് അതിനകത്ത് ട്രപ്പീസിയംസ് വരയ്ക്കാം. സോ നമുക്ക് ഫിഗർ വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു സൈഡ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ പ്ലസ് 2 സെൻറ്റിമീറ്റർ പ്ലസ് 2 സെൻറ്റിമീറ്റർ, അതായത് 6 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. സോ നമുക്ക് റൂളർ എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഈ ലൈനിൻ്റെ 2 എൻഡ്സിലും എത്ര ആംഗിളിലാണ് ലൈൻസ് വരയ്ക്കേണ്ടത്? 60 ഡിഗ്രി ആംഗിളാണ്, കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഒക്കെ 60 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഒരു പ്രൊട്ടക്ടർ എടുക്കാം. പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ ഈ ലൈനിൻ്റെ ഒരു എൻഡിൽ വെക്കാം, പ്രൊട്ടക്ടറിലെ 0 ഈ ലൈനിലും വരുന്ന വിധത്തിൽ വെക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60 എന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ വെച്ച എൻഡിലേക്ക് ജോയിൻ ചെയ്താൽ 60 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. ഇനി അടുത്ത എൻഡിലും 60 ഡിഗ്രി ആംഗിളിലുള്ള ലൈന് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ടർ എടുക്കാം. പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ അടുത്ത എൻഡിലും പ്രൊട്ടക്ടറിലെ 0 ഈ ലൈനിലും വരുന്ന വിധത്തിൽ വയ്ക്കുക. എന്നിട്ട് 0യിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്കിവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എൻഡിലേക്ക് ജോയിൻ ചെയ്താൽ 60 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടി. അപ്പോൾ ഈ 2 60 ഡിഗ്രി ആംഗിളുള്ള ലൈൻസ് കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ 3rd വെർട്ടെക്സ്. ഓക്കെ, ഇനി ഓരോ സൈഡിലും 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിന്റ്സ് ഇടാം. ഓക്കെ, അപ്പോൾ ആദ്യം താഴെയുള്ള സൈഡിൽ 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം, 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം. അപ്പോൾ 3 ഈക്വൽ പാർട്സായി, 2 സെൻറ്റിമീറ്റർ ഉള്ള പാർട്സായി. ഇനി റൈറ്റുള്ള സൈഡും 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം, 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം. ഇനി ലെഫ്റ്റുള്ള സൈഡും 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം, 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഒരു പോയിന്റ് ഇടാം. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ സൈഡ്സിന് പാരലായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പെൻസിലിൽ ഒരു ലൈറ്റ് കളറിൽ ജോയിൻ ചെയ്താൽ മതി, കാരണം എല്ലാ ലൈൻസും നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ള ലൈൻസ് മാത്രം കളർ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. എന്നിട്ട് ഫിഗറിൽ കൊടുത്തിട്ടുള്ള കളേഴ്സ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഫിഗർ 6 ഈക്വൽ ഐസോസ്ലെസ് ട്രപ്പീസിയംസ് ആണ്. ഇവിടെ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ അകത്താണ് ട്രപ്പീസിയംസ് വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഹെക്സഗണിൻ്റെ ഓരോ ഡയഗണൽസ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്.
അല്ലേ സെൻറ്ററിൽ, അതിന് നമുക്ക് O എന്ന് കൊടുക്കാം. ഓക്കെ, ഈ പോയിന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് O ആണ്. Oക്ക് ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. കാരണം ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ O എന്ന പോയിന്റിന് ചുറ്റുള്ള ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ Oക്ക് ചുറ്റും എത്ര ആംഗിൾസ് ഉണ്ട്? 1 2 3 4 5 6 ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഈ 6 ആംഗിൾസിൻ്റെയും സമ്മാണ് 360 ഡിഗ്രി. അപ്പോൾ അതിലൊരു ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ബൈ 6 അല്ലേ, അത് എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ഈ ഓരോ ആംഗിൾസും എന്താണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ആംഗിൾസൊക്കെ 60 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാകും. Oയിൽ നിന്നും ചെറിയ ഹെക്സഗന്റെ ഒരു വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതേ ഡിസ്റ്റൻസ് തന്നെ അല്ലേ ചെറിയ ഹെക്സഗന്റെ വെർട്ടെക്സിൽ നിന്നും വലിയ ഹെക്സഗന്റെ വെർട്ടെക്സിലേക്ക് വരച്ചിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ 1 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ Oയിൽ നിന്നും ചെറിയ ഹെക്സഗന്റെ എല്ലാ വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ എടുക്കാം. ഓക്കെ, എല്ലാം സെയിം ആയിരിക്കും കാരണം റെഗുലർ ഹെക്സഗൺ ആണല്ലോ, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ ചെറിയ ഹെക്സഗന്റെ വെർട്ടെക്സിൽ നിന്നും വലിയ ഹെക്സഗന്റെ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. 1 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ അതും 1 സെന്റിമീറ്റർ എടുക്കണം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഒക്കെ എന്താണ്? 1 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കാം. ആദ്യം നമുക്ക് FC എന്ന ലൈന് വരയ്ക്കാം. FC എന്ന ലൈന് 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് വേണ്ടത്. സോ നമുക്ക് റൂളർ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈന് വരയ്ക്കാം. ഇതിൽ പോയിന്റ്സ് ആണ് UOR എന്നത് അല്ലേ. Fൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് U. ഇനി Uയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് O. ഇനി Oയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് R. ഓക്കെ, ഇനി Oയിൽ നിന്ന് 60 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ടർ എടുക്കാം. പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ ഓയിലും, കാരണം ഓയിലാണല്ലോ 60 ഡിഗ്രി വേണ്ടത്. അപ്പോൾ പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ ഓയിലും പ്രൊട്ടക്ടറിലെ 0 ഈ ലൈനിലും FC എന്ന ലൈനിലും വരുന്ന വിധത്തിൽ വയ്ക്കുക. എന്നിട്ട് ആ 0യിൽ നിന്ന് 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0 20 40 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ വെച്ച് ഓയിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ഈ ലൈനിലാണ് എന്ത് എസും ഡിയും പിയും എ ഒക്കെ വേണ്ടത്. അപ്പോൾ Oയിൽ നിന്നും മേലോട്ട് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് എസ്. എസിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് ഡി. ഇനി Oയിൽ നിന്നും താഴോട്ട് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് പി. ഇനി പിയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ താഴോട്ട് ഒരു പോയിന്റ് ഇടാം, അതാണ് എ. ഇനി Oയിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ ഒരു 60 ഡിഗ്രി ആംഗിളിൽ ലൈൻ വരയ്ക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ടർ എടുക്കാം. പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ ഓയിലും പ്രൊട്ടക്ടറിലെ 0 ഈ FC എന്ന ലൈനിൽ വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0 20 40 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്ടക്ടറിൻ്റെ സെൻറ്റർ വെച്ച് ഓയിലേക്ക് ജോയിൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ഒരു ലൈൻ കിട്ടി, 60 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടി. ഈ ലൈനിലാണ് ETQB എന്നീ പോയിന്റ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ Oയിൽ നിന്നും മേലോട്ട് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് T. ടിയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് E. ഇനി Oയിൽ നിന്നും താഴോട്ട് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, അതാണ് Q. ഇനി Qയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ താഴോട്ട് ഒരു പോയിന്റ് ഇടാം, അതാണ് B. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ABCDEF ജോയിൻ ചെയ്യുക, അതേപോലെ PQRSTU ജോയിൻ ചെയ്യുക, എന്നിട്ട് ആവശ്യമുള്ള കളേഴ്സ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി.